നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കേണ്ട നല്ല ടേസ്റ്റുള്ളൊരു പഴയകാല കറിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച ഏത്തക്കായാണ്. ഇത് തൊലിയോടുകൂടി ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ കട്ടി കുറഞ്ഞ് പോകണ്ട കേട്ടോ. പിന്നെ കയ്പുള്ള കായൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് തൊലി കളയുന്നതായിരിക്കും നല്ലത്. കട്ട് ചെയ്തെടുത്ത ഏത്തക്കായ എല്ലാം കൂടെ ഞാൻ ഇതുപോലെ കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കളറൊന്നും മാറിപ്പോയിരിക്കാൻ കറയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തു. നമുക്കിതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഏകദേശം മീൻകറിയൊക്കെ വെക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാക്കാണ്ട് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചേർത്തുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഏത്തക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തക്കായൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടി. മസാലയായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുത്തു. അധികം പുളിയൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം ഇത് വേകുന്നതിന് വേണ്ടി മാത്രമല്ല, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കായ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉണക്കമീൻ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഉണക്കമീൻ വേണ്ടാത്ത ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. പക്ഷേ മീൻ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണങ്ങിയ സ്രാവാണ് കേട്ടോ. കറി വെക്കാൻ വേണ്ടി മേടിച്ച സ്രാവിൻ്റെ അകത്ത് 2-3 കഷ്ണം എടുത്ത് ഞാൻ ഉണങ്ങിയെടുത്താണ്. അപ്പോൾ ഒരുപാട് ഉപ്പൊന്നുമില്ല, എന്നാലും ഉപ്പുള്ള മീനായതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് വേവിക്കുന്നില്ല. ഈ മീനിൻ്റെ അകത്തെ ഉപ്പ് എല്ലാം കൂടെ പാകമായിരിക്കും. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും എന്തിനായിരിക്കും ചൂടുവെള്ളം ഒഴിച്ചതെന്നല്ല, ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതുപോലെ പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കായെല്ലാം ഇവിടെ നന്നായി വെന്തിട്ടുമുണ്ട്, മീനും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്. പിന്നെ ഈ തേങ്ങയൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒത്തിരി വെള്ളം നീണ്ടു പോകണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണോ ഇതിൻ്റെ ചാറ് എന്തോരം വേണമെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചാറ് നീട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കടുകും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചോറിനൂടെ കഴിക്കാണ്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ കഴിച്ചിട്ടുള്ളവരും ഇനി ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കടുക് പൊട്ടിച്ച് ചേർത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റുമൊക്കെ ആ കടുക് താളിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത്. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മീൻ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്രാവ് തന്നെ വേണമെന്നില്ല, ഇത്തിരി വലിയ സൈസ് ഏത് മീനായാലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്.